ബഹുമാന്യനായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംസ്ഥാനി സാഹിബ്, മറ്റ് ഈ സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിനീത നമസ്കാരം. പ്രധാന വിഷയം കരുണയാണ്. കാരുണ്യം. ഒരു വാചകം നമ്മൾ എഴുതിയിരിക്കുന്നതന്നെ, കാരുണ്യവാൻ നബി. നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത് കാരുണ്യത്തിന്റെ കടലിലാണെന്ന് ഞാൻ ആലോചിക്കുകയാണ്. കാരുണ്യത്തിന് നടുക്കടലിൽ നാം വിളിച്ചിട്ട് നബി തിരുമേനിയുടെ നാമം മാത്രം കേട്ടിട്ട് അതിൻ്റെ ആശയങ്ങളെ അല്ലെങ്കിൽ ഓർമ്മകളെ എടുത്ത് പിടിച്ചാണ് ഞാൻ ഒരു കുറച്ച് ദൂരമാണെങ്കിൽ യാത്ര ചെയ്തിട്ട് വരുന്ന സമയത്ത് സംസാരിച്ചെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പരമാവധി ഞാൻ പോകാറുമില്ല. ഇന്നിവിടെ വരാൻ തന്നെ പ്രത്യേക കാരണം, ഇന്ന് അധ്യക്ഷ പ്രസംഗമല്ല, ഉദ്ഘാടന പ്രസംഗം ഇതിനെ ഒന്നുണ്ടാകും. വലിയ തീയതി എന്ന് പറയുമ്പോൾ ഉദ്ഘാടന പ്രസംഗം കാര്യമായിട്ട് സൗകര്യമായിട്ട് കേൾക്കാൻ സാധിക്കും എന്നുള്ള അതിയായ മോഹമുണ്ട്. ഞാനവിടെ വിളിച്ചു വെക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നത്, ഞാൻ വിളിച്ചിട്ട് വരും. വിളിച്ചതിൻ്റെ പേരുള്ള ആ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി ചെറിയ ചില ബുദ്ധിമുട്ടുകളല്ല, ചില വിഷയം ഉണ്ടാവാം. ഇവിടെ അതില്ല. ഫ്രീയായിട്ടിരിക്കാം, സ്വതന്ത്രമായിട്ടിരിക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് തോന്നുന്നു. ആശയങ്ങളെ വാക്കുകളാക്കി പുറത്തേക്ക് പറഞ്ഞ് പരിചയിക്കുന്ന ഒരു പ്രത്യേക പരിചയത്തിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അറിയാവുന്ന കാര്യങ്ങളെ, അറിവിന്റെ തലങ്ങളിൽ ഏത് തരത്തിലാണ് പ്രതിഫലിപ്പിക്കുക എന്നത് പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാറില്ല. എങ്കിൽ തന്നെ ഇത് വരുമ്പോൾ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു കടലാസ് എഴുതി ഉണ്ടാക്കി, അത് എടുത്തിട്ട് എഴുതി വെക്കട്ടെ. എന്നിട്ട് രാത്രിയിൽ നിരഞ്ജാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. അത് ഞാൻ എടുത്തിട്ടില്ല. പയ്യന്നൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. പയ്യന്നൂരിൽ നിന്ന് എടുത്തിട്ടില്ല, മറന്നുപോയതല്ല, അത് എടുക്കുന്നില്ലെന്ന് വെച്ചാണ്. കാരണം അത് എഴുതി വെക്കുമ്പോൾ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളല്ലേ പറയാം, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാം. അത് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് ഞാൻ സൂചിപ്പിച്ച പോലെ ചരിത്രം പഠിച്ച് നബി തിരുമേനി ഏതെല്ലാം തലത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഭാവങ്ങളിൽ വ്യക്തികൾക്ക് ഉയർന്ന തലത്തിലുള്ള ചിന്താമണ്ഡലത്തെ കൊണ്ടുവന്ന് ആ വ്യക്തികളുടെ ഉഗ്രമായ ഭാവതലങ്ങളെ നിലനിർത്തിക്കൊണ്ടുള്ള ശ്രേഷ്ഠമായ സമൂഹതലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നബി തിരുമേനിയെ പിന്തുടരുക. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ഈ ഇസ്ലാം മതം തന്നെ ആവർത്തിച്ച് പറയുന്ന ഒരു നിഷ്കർഷയുള്ള അല്ലെങ്കിൽ അച്ചടക്കത്തെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭാവമാണ് ഞാൻ കരുതിയിട്ടില്ല. അത് മനുഷ്യ സംസ്കാരത്തിന്റെ നല്ല ഭാവത്തെ ഉണർത്തിയെടുക്കുവാൻ വേണ്ടുന്ന നന്മകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നന്മകൾ പ്രകടിപ്പിക്കാൻ സാഹചര്യവും സന്ദർഭം ഉണ്ടാക്കുക. അതിൽ കൂടെ വ്യക്തികൾ നന്നാകുന്നു. ആ വ്യക്തികളുടെ കൂട്ടായ്മയിൽ കണിശമായിട്ടും ഒരു നല്ല സമൂഹം പടുത്തുയർത്താൻ സാധിക്കുന്നു. അതിന് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആരാണോ അതൊന്നൊരു വിഷയമല്ല. സാമൂഹ്യ നന്മയ്ക്ക് ഭരണകർത്താക്കൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. സോറി, ഞാൻ അങ്ങനെ പറയുന്നതല്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ വ്യക്തികൾ തന്നെ നന്നാവണം. വ്യക്തികൾക്ക് ഊർജം ഉണ്ടാവണം, അറിവുണ്ടാവണം. അവർക്ക് നന്മയുടെ നല്ല ആവശ്യങ്ങളെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കണം. ഈ അനുഭവത്തിന്റെ തലത്തിലോട്ട് മാറണമെങ്കിൽ നമുക്ക് ചില പ്രത്യേക തരത്തിലുള്ള സാധനങ്ങൾ വേണം, കണിശമായിട്ടും വേണം. പ്രാർത്ഥന വേണം, പ്രാർത്ഥിക്കാൻ പറ്റിയ ഇടങ്ങൾ വേണം. ഇതെല്ലാം ധാരാളമായി വേണമെന്ന് വരികയും അതിൽ കൂടെ ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ അന്തരംഗത്തിൽ ഉണ്ടാവേണ്ട ഒരു നല്ല ഭാവം, ആ നല്ല ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നല്ല തരത്തിലുള്ള ജീവിതം, സ്നേഹം എന്ന് പറയുന്ന യഥാർത്ഥ തലത്തിലുള്ള ഒരു അനുഭൂതി അത് കൊടുക്കുക, വ്യക്തികൾ അംഗീകരിക്കുക എന്നുള്ളത് സമൂഹത്തിന് ആവശ്യമാണ്, അല്ലെങ്കിൽ അവകാശമാണ്. അപ്പോൾ സ്നേഹം പങ്കിടുക എന്ന് പറയണമെങ്കിൽ സ്നേഹത്തിന് നല്ല
മുഹൂർത്തമായിരിക്കുന്ന ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിലും കാരുണ്യത്തിന്റെ രശ്മികൾ കൊണ്ട് മൂടപ്പെട്ട നല്ല ആശയങ്ങളെ, ഭാവങ്ങളെ നമ്മളിലേക്ക് പ്രസരിച്ച് സാധിക്കുകയുള്ളൂ. നമ്മൾ ഓർമ്മിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക്, നമ്മൾ ആലോചിക്കുന്ന വിഷയങ്ങൾക്ക് എന്താണ് താങ്ങ്, അതിന് ഉതകുന്ന നല്ല വിഷയങ്ങളെ, നല്ല ഭാവങ്ങളെ, നല്ല അർത്ഥപുഷ്ടമായിരിക്കുന്ന ശ്രേഷ്ഠമായ സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കുവാൻ എന്ത് ചെയ്യുവാൻ സാധിക്കണം, എന്ത് ചെയ്യാൻ സാധിക്കും? അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു ഒരു കെട്ടറപ്പുള്ള ഒരു 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 ചിന്താഗതി വ്യക്തികൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്തരം വ്യക്തിതലത്തിലുള്ള വ്യക്തിഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന നിറഞ്ഞ ഭാവങ്ങളുടെ വ്യക്തികൾ തമ്മിൽ കൂടുമ്പോൾ വലിയൊരു സമാജം, വലിയൊരു സമൂഹം അതിൽ കൂടെ ഉയർന്നു വരുന്നു. അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു മാർഗമാണ് നബീ തിരുമേനിയുടെ നല്ല ഭാവത്തിലുള്ള വാക്കുകൾ എന്നൊരു സംശയമില്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെയാണല്ലോ. അത് മനുഷ്യനെ മനുഷ്യ നന്മയിലേക്ക്, സംസ്കാരത്തിന്റെ നല്ല ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കണം. സാംസ്കാരിക മണ്ഡലങ്ങളിലുള്ള, സാംസ്കാരിക തലത്തിലുള്ള ഉണർവ് പലതരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഏതായാലും പരമാവധി പറഞ്ഞു വരുമ്പോൾ ജീവിതം ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. ജീവിതത്തിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അനുഭവിച്ചതിനെ അനുഭവത്തിൽ നിന്ന് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കുവാൻ വേണ്ടി പങ്കുവെക്കാൻ സാധിക്കണം. ആ നന്മയെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഈ പഠനങ്ങൾ കൊണ്ടേ സാധിക്കും. അതിന്റെ അടിസ്ഥാന കാരണം കാരുണ്യമല്ലാതെ മറ്റെന്താണ്? എടുക്കാൻ നമുക്ക് സാധിക്കണം, ഇല്ലാഞ്ഞിട്ടല്ല. നമ്മളിലേക്ക് അത് പകർന്നു കയറാൻ സാധിക്കണമെങ്കിൽ ഒരു കാരുണ്യം ഉണ്ടാവണം. ആ കാരുണ്യം നിറഞ്ഞ ഒരു തലത്തിൽ നിന്ന് നമ്മൾക്ക് പകർന്നു കിട്ടാൻ സാധിക്കണം. ജ്ഞാനപ്പാന പൂന്താൻ എഴുതിയിട്ടുണ്ട്, ഗുരുനാഥൻ തുണതേക സന്തതം. ഗുരുനാഥന്റെ തുണയുണ്ടെങ്കിൽ തിരുനാമങ്ങള് നമ്മൾ ഉണ്ടാവുള്ളൂ. തിരുനാമങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഗുണകരമായിരിക്കുന്ന ഭാവങ്ങൾ ഉണ്ടാവുള്ളൂ പറയുമ്പോൾ അതിന് ശ്രേഷ്ഠകരമായിട്ട് പറയുന്നത് ഗുരുനാഥന്റെ തുണയുണ്ടാവണം. ആ ഗുരുനാഥനേക്കാൾ ഉയർന്ന പരബ്രഹ്മഭാവത്തിലുള്ള ശക്തി വിശേഷത്തിൽ ആണ് നബീ തിരുമേനിയുടെ തിരുവചനങ്ങൾ ഉണ്ടായെന്ന് പറയുന്നതില്ലല്ലോ. ഞാൻ ഇത് പഠനം എടുത്ത് പറയുന്നതല്ല, എനിക്ക് അറിയാവുന്നത് പറയുകയാണ്. ഈ അറിയാവുന്നതും പഠിച്ച് പറയുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പഠിച്ച് പറയുന്നതല്ല, എന്റെ അറിവാണ്. അറിവിന്റെ ഒരു തലമെന്ന് പറയുന്നത് അത് എങ്ങനെയാണ് തോന്നുന്നത്, അത് ഞാൻ എന്നെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് ഒരാളെ തന്നെ നോക്കിയിരിക്കാൻ സാധിക്കുമോ? മറ്റെല്ലാം ഒഴിവാക്കി പിന്നെ എല്ലാ സംഗതികളും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒഴിവാക്കിയെടുത്തിരുന്ന് നമുക്ക് നമ്മളെ തന്നെ കാണാൻ സാധിക്കും, മറ്റൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ പറയുവാനുള്ള ആത്മാവിനോട് തന്നെ ചെയ്യുന്ന സല്ലാപങ്ങളുണ്ട്. ആ സല്ലാപത്തിൽ രോദനങ്ങൾ വരാതെ പൊട്ടിച്ചിരികളുടെയും മന്ദഹാസത്തിന്റെയും ഒരു നോട്ടം തന്നെ എത്രയോ ആനന്ദകരമായ ഒരു അവസ്ഥയിലേക്ക് തിരിക്കാൻ സാധിക്കും. അത്തരം ഒരു നല്ല പ്രവണത ഉണ്ടാക്കാൻ സാധിക്കുന്ന, നല്ല ഭാവങ്ങൾ ഉണർത്താൻ സാധിക്കുന്ന മഹത്തായ ഒരു 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 ഭാവാന്തരീക്ഷത്തിൽ ഇരിക്കുന്ന നിങ്ങളോട് അധികം ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വന്നത് അത്തരം ഈ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിന്റെ സമ്പൂർണതയ്ക്ക്, ഭാവാത്മകമായ അഭിവൃദ്ധിക്ക്, ആനന്ദദായകമായ അന്തരീക്ഷത്തിന് ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസ്ഥയായിട്ട് മാറുക എന്നുള്ള പ്രവൃത്തിക്കായിരിക്കണം ഈ ഇത്തരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും. അതിന് നല്ല വാക്കുകളും നല്ല ആശയങ്ങളും ഉൾക്കൊള്ളുന്ന, നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമുക്ക് നമ്മളിലേക്ക് തന്നെ പകരുന്ന ഊർജഭാവത്തെ എടുക്കുമ്പോൾ അതിന് ഒരു നമ്മള് വേർതിരിച്ച് തിരിച്ചു വെക്കുന്ന മതത്തിന്റെ ചട്ടക്കൂടല്ല. മതത്തിന്റെ ചട്ടക്കൂടിന് മുകളിലായിട്ട് മതാതീതമായ, മതത്തെ വകവെക്കാത്ത, മതത്തിനപ്പുറത്തുള്ള ഒരു ആധ്യാത്മിക ബോധം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മതത്തിന്റെ സത്തയെ സമൂഹത്തിന് നമുക്ക് തന്നെ ഒരു ആസ്വദിച്ചെടുക്കുവാൻ പറ്റുന്ന പരിശുദ്ധമായ ബലിഭാവനമായ ഒരു പ്രക്രിയയായിട്ട് മാറുകയാണ് ചെയ്യുക. നമ്മൾ ചുരുങ്ങിപ്പോവും. ഇന്നതാണ്
ഇത്രയാണ് എന്നുള്ള അളവ് വയ്ക്കാതെ അളവിനപ്പുറത്തേക്ക് നമുക്ക് വരാൻ പറ്റുന്ന കാരണ സാധ്യതകളുണ്ട്. അത് അത്രയും വിശാലമായിരിക്കുന്ന വലിയ അർത്ഥത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്നിനെയും പേടിക്കാനില്ല, ഭയമൊന്നും തുടങ്ങിയില്ല, ഭയപ്പെട്ട കാര്യമില്ല. നമ്മൾ അംഗീകരിക്കുകയാണ്, ഏതിനെയും നമ്മൾക്ക് അംഗീകരിക്കുക. കാര്യം എന്തിനെ അംഗീകരിച്ചാലും നമ്മളുടെ അറിവിൽ നമ്മൾക്കുള്ള സത്യമായിരിക്കുന്ന പൊരുളിനെ, അറിവിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കുള്ള പഠനം ആവശ്യമാണ്. ഈ ഖുർആന്റെ നല്ല വശങ്ങളെ മുഴുവനായി തന്നെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അത് മതഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവണം. ക്യാമ്പേഷൻ അത് തയ്യാറാണെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. അത് സാധിക്കണം. കാരണം അത്രയും വിപുലമായ തരത്തിൽ ഇത് പ്രചരിച്ച് ഇതിന്റെ നല്ല അംശങ്ങളെ എല്ലാവരും സമൂഹത്തിന്റെ സാമൂഹികമായ, സാംസ്കാരികമായ എല്ലാ തലങ്ങളിലും ഇതിന്റെ നല്ല രഹസ്യങ്ങൾ പതിക്കണം. ഇല്ലാന്നല്ല പറയുന്നത്. ധാരാളം മെറ്റനെ ഉണ്ടാവും. പക്ഷെ അതിലുപരിയായിട്ട് പോകാൻ സാധിക്കണം. എക്കാലത്തും പൊങ്ങി ഉയർന്ന് തിളച്ചു പൊങ്ങി വരുന്ന ഒരു സൗഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥകളെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആലോചിക്കേണ്ട വിഷയമുണ്ട്. നമുക്കറിയുന്ന രീതിയിൽ നമ്മളുടെ അറിവിനെ ഒരു വേർതിരിവില്ലാതെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കുവാനും അംഗീകരിപ്പിക്കുവാൻ സാധിക്കണം. അംഗീകരിപ്പിക്കേണ്ട ആവശ്യമില്ല. കണിശമായിട്ടും അറിവുള്ളവൻ അംഗീകരിക്കും. അറിവില്ലാത്തവരുടെ പ്രത്യേകിച്ച് കാര്യമില്ല. മൂഢന്മാരുടെ പല കാര്യങ്ങളും പറയാൻ പാടില്ലെന്ന് തത്വങ്ങൾ പറയുന്നത്. മൂഢന്മാരെന്ന് പറയുന്നത് ജാതിയുണ്ട്. പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മൂഢന്മാരുടെ കൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മൂഢന്മാരെ കൂടെ അവരുടെ അന്ധത, അജ്ഞാനം മാറ്റിയെടുക്കുവാൻ ഇത്തരം നല്ല വാക്ശകലങ്ങൾ ഉപകരിക്കും, സംശയമില്ല. ഏതായാലും ഇത്രയും മഹത്തായ ഒരു തരത്തിലുള്ള ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾക്കൊക്കെ നിൽക്കുവാനും ഇത്തരം തരം കാര്യങ്ങൾ പറയുവാനും നബി തിരുമേനിയുടെ നല്ല സ്മരണ വാക്കുകളുടെയോ ഭാവത്തിന്റെയോ എല്ലാം അയവക്കാൻ സാധിച്ചത് ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു വാക്കിന്റെ പ്രൗഢിയാണത്. മുക്തരത്നമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കിൽ ഏതാണ്? കാരുണ്യവാനാണ് നബി. അദ്ദേഹത്തിന്റെ ഭാവത്തെ ഗുരുസ്വാമിയുടെ പറഞ്ഞ ആ നിലയ്ക്കാണ്. അന്ന് അദ്ദേഹം അത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം നബി ഭാവത്തിന്റെ ചൈതന്യം പ്രേരിപ്പിച്ചു എന്ന് പറയേണ്ടതില്ല. അതെല്ലാത്തിനും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ വർഷം അതേ വാക്കിന്റെ പല ഭാവ തലങ്ങളെ നമ്മൾ ചൂണ്ടിക്കേട്ട് അന്നുണ്ടായിരുന്നത് പലരും കുറെ ആൾക്കാരൊക്കെ ഈ പ്രാവശ്യം ഇവിടെ ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഏതായാലും സന്തോഷകരമായ അവസരത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷം. കാരുണ്യവാനായ നബിയുടെ ശുദ്ധമായ പ്രേമഭാവം എല്ലാവരിലും ഉണ്ടാവുകയും എല്ലാവരും നമ്മൾ അനുഗ്രഹീതരാവുകയും ചെയ്യട്ടെ എന്ന് ആ തിരുനാമത്തെ ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നമസ്കാരം.